മക്കളെ, നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? അടിപൊളിയല്ലേ? സോ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മെറ്റൽസിന്റെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ, സവിശേഷതകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് മാലിബിലിറ്റി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിൽ എല്ലാവരും അലൂമിനിയം ഫോയിൽ ഒക്കെ കണ്ടിട്ടില്ലേ? സോ മെറ്റൽസിനെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും, തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി ഉള്ള മെറ്റൽ ആണ് ഗോൾഡ്. അപ്പോ സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് ഡക്റ്റിലിറ്റി. ഓക്കെ, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലാവരും വീടുകളിൽ ഇലക്ട്രിക് വയേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലെ? അതിനുള്ളിൽ കോപ്പർ കമ്പികൾ കാണാൻ സാധിക്കും. എത്ര തിന്നായിട്ടാണ് ആ കമ്പികൾ ഇരിക്കുന്നത്. സോ ഇതേപോലെ തിൻ വയേഴ്സ് ആക്കി മെറ്റൽസിനെ നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കും. അപ്പൊ കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും ലോഹങ്ങളെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ളത് സ്വർണത്തിനും പ്ലാറ്റിനത്തിനുമാണ് കേട്ടോ. ഗോൾഡിനും പ്ലാറ്റിനത്തിനുമാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ളത്. അടുത്തതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ജാലകത, പേരിൽ തന്നെയുണ്ട് അല്ലെ? ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവ് ലോഹങ്ങൾക്കുണ്ട്. വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവിനെ നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ജാലകത എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് വെള്ളി, സിൽവറിനാണ്. ഇനി എന്തായിരിക്കും താപജാലകത? സിമ്പിൾ, താപം കടത്തിവിടാനുള്ള കഴിവ് അല്ലെ? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എന്നറിയപ്പെടുന്നത് സിൽവർ ആണ്. ഓർത്ത് വെക്കണേ. അടുത്തത് സോണോറിറ്റി. മെറ്റൽസിൽ നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സോണോറിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെ നമുക്ക് സോണോറിറ്റി എന്ന് പറയാം. ഇനി നമ്മൾ പുതിയതായിട്ട് വീട്ടിലേക്ക് ഒരു അലൂമിനിയം പാത്രം വാങ്ങി വരുമ്പോൾ നല്ല ഭംഗിയുള്ള തിളക്കമില്ലേ? ആ മെറ്റൽസിന്റെ ആ ഒരു ഷൈനി അപ്പിയറൻസിനെ, ആ ഒരു തിളക്കത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്യുതി. ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ മെറ്റൽസ് ഒക്കെ ജനറലി ഹാർഡ് ആണ്, കാഠിന്യമുള്ളവരാണ്. ഇരുമ്പ് അല്ലെ? വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. എന്നാൽ എല്ലാ മെറ്റൽസും ഹാർഡ് അല്ല. ചില സോഫ്റ്റ് മെറ്റൽസ്, ചില മൃദുലോഹങ്ങളും ഉണ്ട്. എക്സാമ്പിൾ ആണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ. ഇനി ഇവർക്ക് ഡെൻസിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സാന്ദ്രത, തിളനില, ദ്രവണാങ്കം ഇതൊക്കെ പൊതുവെ കൂടുതലുള്ള ആൾക്കാരാണ്. ഇത്രയുമാണ് നമ്മുടെ മെറ്റൽസിന്റെ പ്രത്യേകത. എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ? എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. സെറ്റ് അല്ലേ? അപ്പോൾ ഇതിന്റെ ഈ എക്സാമ്പിൾസ് എല്ലാം തന്നെ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി ഉള്ളത് ആരാണ്, ഡക്റ്റിലിറ്റി ഉള്ളത് ആരാണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് മെറ്റൽസിന്റെ റിയാക്ഷൻ നോക്കാം അല്ലെ? രാസപ്രവർത്തനം നോക്കാം. അപ്പൊ ആദ്യം തന്നെ എയറുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽസ്, നമ്മുടെ എയറിൽ ഓക്സിജൻ ഗ്യാസ് ഉണ്ട് അല്ലെ? ലോഹങ്ങൾ എന്താ ചെയ്യുന്നത്? അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറും, ലോഹത്തിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ മെറ്റൽ ഓക്സൈഡിനെ വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്താൽ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അതൊരു ബേസ് ആണ്. അപ്പൊ മക്കളെ, എല്ലാ മെറ്റൽ ഓക്സൈഡുകൾക്കും ബേസിക് നേച്ചർ ആണ്. എല്ലാ ലോഹ ഓക്സൈഡുകൾക്കും ബേസിക് നേച്ചർ ആണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് എയറിൽ, അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഓക്സൈഡ് ആവും. ഈ മെറ്റൽ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ബേസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പറ, ഈ വെള്ളത്തിലേക്ക് ഫിനോൾഫ്തലിൻ ഒഴിച്ചാൽ എന്തായിരിക്കും കളർ ചേഞ്ച്? ഫിനോൾഫ്തലിൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ? അത് ആൽക്കലികളിൽ പിങ്ക് നിറവും ആസിഡുകളിൽ കളർലെസ്സും ആയിരിക്കും. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിൽ നമ്മൾ ഡിസോൾവ് ചെയ്യിച്ചു, ലയിപ്പിച്ചു ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് ഫിനോൾഫ്തലിൻ ഒഴിച്ചാൽ ആ വെള്ളം പിങ്ക് കളർ ആകും. കാരണം ഇവിടെ ഉള്ളത് ഒരു ബേസ് ആണ്. ഇനി ലിറ്റ്മസിന്റെ കളർ ചേഞ്ച് എന്തായിരിക്കും? റെഡ് ലിറ്റ്മസ് ബ്ലൂ കളർ ആയിട്ട് മാറും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കൊറോഷൻ ഓഫ് മെറ്റൽസ് അഥവാ ലോഹനാശനം. നമ്മുടെ ലോഹങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ പുതിയൊരു ഇരുമ്പ് പിച്ചാത്തിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ വെട്ടുകത്തിയോ വാക്കത്തിയോ മൺവെട്ടിയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലെ? 2 ദിവസം കഴിയുമ്പോൾ തന്നെ അത് തുരുമ്പിക്കാൻ തുടങ്ങും. അപ്പൊ അമ്മ നമ്മളോട് പറയും, അയ്യോ പിച്ചാത്തി
വെള്ളത്തിൽ ഇടല്ലേ, അങ്ങനെ പറയല്ലേ, പെട്ടെന്ന് ഒരുമിച്ച് പോകും എന്ന് പറയും. അപ്പൊ എന്താ കാരണം? നമ്മുടെ മെറ്റൽസ് എയറിലുള്ള ഡിഫറെന്റ് കമ്പോണൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ടുകളായിട്ട് മാറും. അന്തരീക്ഷ വായുവിലുള്ള വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ സംയുക്തങ്ങളായിട്ട് മാറും. ഇതിനെ നമുക്ക് ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയാം. ഇരുമ്പിന്റെ കേസിൽ നമ്മൾ ഇതിന്റെ റസ്റ്റിംഗ് ഓഫ് അയൺ എന്നാ പറയാ, ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നാ പറയാ. അപ്പൊ ഈ ഒരു ലോഹനാശനത്തിനെ, കൊറോഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എയർ, മോയ്സ്ചർ, സോൾട്ട്, ആസിഡ്, ഇതിന്റെയൊക്കെ പ്രസൻസ് ഈ ഒരു കൊറോഷൻ ഓഫ് മെറ്റൽസിനെ ഫേവർ ചെയ്യും, ഫാസ്റ്റ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ലോഹനാശനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വായു, ജലാംശം, ലവണങ്ങൾ, ആസിഡുകൾ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുക, പ്രതിരോധിക്കാൻ സാധിക്കുക? എണ്ണ പുരട്ടാം, ഓയിൽ ചെയ്യാം, പെയിന്റ് ചെയ്യാം, അലോയ്സ് യൂസ് ചെയ്യാം, ലോഹങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ലോഹസങ്കരങ്ങൾ ഉപയോഗിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളെ 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചത് അല്ലെ. അപ്പൊ മക്കൾ, ഇതേപോലെ കിടിലൻ ക്ലാസ്സുകളാണ് നമ്മുടെ യോധ ബാച്ചിലുള്ളത്. അപ്പൊ യോധ ബാച്ചിലേക്ക് ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒക്ടോബർ 22-ാം തീയതി വരെ ദീപാവലിയോടനുബന്ധിച്ച് നമ്മൾ കൂപ്പൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓഫർ. അതായത് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്താൽ 15% ഓഫർ മാത്രമേ ഉള്ളൂ. സോ വീഡിയോ 15 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു അവസരം ആരും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ മക്കളെ, ഇതേപോലെ ക്വിക്കായിട്ട് നിങ്ങളെ റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഏത് ടോപ്പിക്കിന്റെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ആ വീഡിയോ ആയിട്ട് മിസ്സോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.